ഫ്രണ്ട്സ് ലോണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ തപ്പി നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് പാപ്പ പേ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ പലരും പ്ലേ സ്റ്റോറിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ള സംശയമായിരിക്കും നിങ്ങൾക്ക്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്കറിയില്ല. സോ 3.6 സ്റ്റാർ റേറ്റിംഗ് 100K+ ഡൗൺലോഡ്സും ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. സോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ജെന്യൂൻ ആണോ ഫേക്ക് ആണോ നല്ലതാണോ ബെറ്റർ ആണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് ഏകദേശം 20,000 രൂപ മുതൽ ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. 500 രൂപ മുതൽ 20,000 രൂപ ഏകദേശം 10 മിനിറ്റ് ടൈമിനുള്ളിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും എന്നാണ് ഇവർ പറയുന്നത്. ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഇവർ എമർജൻസി പർപ്പസ് അതുപോലെ ഹോം റിനോവേഷൻ അങ്ങനെ പല രീതിയിലാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതായത് വേറെ പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇനി അതുപോലെ ഇവർ പറയുന്നതാണ് RBI രജിസ്റ്റേർഡ് NBFC പാർട്ട്ണറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കത് ലാസ്റ്റ് ചെക്ക് ചെയ്യാം ഇത് RBI അപ്രൂവ്ഡ് ലെൻഡർ ആണോ എന്നൊക്കെ. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു 3 സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് ഇവർ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ വെച്ചുകൊണ്ട്, അതുകൊണ്ട് KYC കംപ്ലീറ്റ് ചെയ്യുക, പാൻ കാർഡോ ആധാർ കാർഡും വെച്ചുകൊണ്ട്, അതിനുശേഷം നമ്മുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇവരുടെ ടേംസ് ആൻഡ് ചാർജസ് കൊടുത്തിട്ടുണ്ട്. ലോൺ ടേംസ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 500 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെന്യൂർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് 62 ദിവസം മുതലാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ 3% മുതൽ 3.25% പെർ മന്താണ്. പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് ഏകദേശം 7.5% ആണ്, GST ഉൾപ്പെടെ. മന്ത്ലി സർവീസ് ഫീ എന്ന് പറയുന്നത് 5% പെർ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആനുവൽ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 233.7% ആണ്. അതൊരു ലോൺ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20,000 രൂപ 62 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 39% പെർ ആനുവത്തിൽ ഏകദേശം പ്രോസസ്സിംഗ് ഫീ 3,000 വരും, സർവീസ് ഫീ 2,000 വരും, ടോട്ടൽ ഇൻട്രസ്റ്റ് 1,013 രൂപ. ഏകദേശം ഡിസ്ബേഴ്സ് എമൗണ്ട് എന്ന് പറയുന്നത് 17,000 രൂപയും EMI ആയിട്ട് വരുന്നത് 11,506 രൂപയും, ടോട്ടലായിട്ട് അടയ്ക്കേണ്ടത് 23,013 രൂപയാണ്. ഇതാണ് അവരോട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രിറ്റീരിയ എന്ന് ഇവർ പറയുന്നത് ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം, വാലിഡ് ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടായിരിക്കണം, മിനിമം 20 വയസ്സായെങ്കിലും ആയിരിക്കണം, മന്ത്ലി സാലറി 25,000 വേണമെന്നാണ് ഇവർ പറയുന്നത്. സാലറിയുടോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയ ആൾക്കാർക്ക് ഈ ലോണ് കാര്യങ്ങൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ NBFC പാർട്ണർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിദ്ധി ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI രജിസ്റ്റേർഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അതിവിടെ കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമുക്ക് സിദ്ധി ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFC ഇതിൽ ലിസ്റ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഇത് RBIയുടെ ഒഫീഷ്യൽ ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ സിദ്ധി ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 7,420 RBIയുടെ ലിസ്റ്റിൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യം ജെന്യൂൻ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടി ഒന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഒന്ന് ലോൺ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഏകദേശം 3,100 രൂപയാണ് ലോണായിട്ട് അപ്രൂവൽ ലഭിച്ചത്. ഏകദേശം 14 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിൽ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 39 ഇനി ബാക്കി ഡീറ്റെയിൽസ് കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ലോൺ. ഏകദേശം 3,100 രൂപ ലോൺ ലഭിച്ചു. അതിൽ പ്രോസസ്സിംഗ് ഫീ ഒക്കെ ഉൾപ്പെട്ട് ഏകദേശം 325 രൂപ ആഡ് ചെയ്ത് ഏകദേശം 3,543 രൂപ ഞാൻ തിരിച്ചടക്കണം. എനിക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,774 രൂപയാണ്. നല്ല ഇൻട്രസ്റ്റ് കൂടുതലാണ് 14 ദിവസത്തേക്ക്. സോ നിങ്ങൾക്ക് വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വന്നേക്കാം. സോ നോക്കിയും കണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിലെ കസ്റ്റമർ റിവ്യൂസ് എന്ന ഭാഗത്ത് ഞാൻ പോയി നോക്കിയപ്പം പലർക്കും പല മോശപ്പെട്ട അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ പറയുക, മറ്റ് 7 ഡേയ്സ് ആപ്പ് വെച്ച് 15 ദിവസത്തെ ടെന്യൂർ ഇത് കിട്ടുമെങ്കിൽ പോലും 5 ദിവസം മുമ്പ് തന്നെ ഇവർ കോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. തിരിച്ചടയ്ക്കാൻ ഏകദേശം 100 കോളുകളൊക്കെ ഒരു ദിവസം കോൾ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ചിലർക്ക് 4,000 എടുക്കുമ്പം 6,000 7,000 തിരിച്ചടക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ എമർജൻസി ആണെങ്കിൽ പോലും ട്രൈ ചെയ്യാതിരിക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.